ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചൻ. എന്തുകൊണ്ട് മച്ചന്മാരെ വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ശങ്കറിൻ്റെ ഗെയിം ചേഞ്ചർ കണ്ടിരിക്കുകയാണ്. പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ പടം പോരാ ഗൈസ്. സത്യം പറയാലോ, വലിയ ഗുമ്മൊന്നുമില്ല പടം. വെറുതെ ക്യാഷ് പോയി എന്ന് തന്നെ പറയാം. ഇത് അല്ലെങ്കിൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ്, കുറേ പാസവും സാധനവും എല്ലാം കുത്തിക്കയറ്റിട്ടുള്ളൊരു പടമായിരിക്കുമെന്നാണ് എനിക്ക് നേരത്തെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയത്. അതൊക്കെ തന്നെയാണ് ഈ പടത്തിലുള്ളത്. ഇതിൻ്റെ ഡയറക്ടർ ഫ്രം ശങ്കർ, പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് രാംചരൺ, പിന്നെ ജയറാമേട്ടനുണ്ട്, പിന്നെ എസ് സൂര്യനുണ്ട്, പിന്നെ കിയാര അദ്വാനി, അഞ്ജലി, അങ്ങനെ കുറച്ച് പേരുണ്ട്, അത്യാവശ്യം കുറച്ച് പേരുണ്ട്. പിന്നെ ഇതിൻ്റെ ഫൈറ്റിങ് അൻപരുവാണ് നമ്മുടെ വിക്രത്തിൻ്റെ, അവരാണ് എൻ്റെ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടം വലിയ ഗുമ്മില്ല. ഒരു ശങ്കരൻ്റെ പഴയ സിനിമയില്ലേ, പഴയ സിനിമ ഒരു 3-4 എടുത്ത് കുത്തി കയറ്റിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതിനകത്ത് കുറച്ച് പാസം കയറ്റിയിട്ടുണ്ട്, പിന്നെ കുറച്ച് എന്താ പറയുന്ന നാട്ടുകാരെ നന്നാക്കുന്ന കുറച്ച് കാര്യങ്ങൾ കയറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത് മെയിനായിട്ടുള്ളത് പറയുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഇടി എന്ന് പറയുന്നത് അത് പിന്നെ നമ്മൾ നോർമലി ഞാനിപ്പോഴേ പറയുവാണ്, ഇടി എന്ന് പറയുമ്പോൾ ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ബോൾ പൊങ്ങിപ്പോണ പോലെ ഒരു 5-6 കുത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോജിക്കലിലൊക്കെ ചിന്തിക്കാതെ വേണം നിങ്ങൾക്ക് പോയി കാണാം. അങ്ങനെയാണ് ഇതിനകത്തുള്ള ഫൈറ്റും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ക്ലൈമാക്സ് ഒരു സാധനമുണ്ട്, JCB വെച്ചിട്ടുള്ള മോനെ, വേറെ ലെവല് സാധനം കേട്ടോ. അത് നിങ്ങൾ കാണണം, ചിരിക്കണാതെ വേറെ എന്തുവാ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിനകത്തുള്ളത്. ഇപ്പോഴും പറയാം, പുള്ളി ഒരു എന്താ പറയുന്ന 2000 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴും നിൽക്കുക. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, അതാണ് ശങ്കർ ഇപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങില്ല. പക്ഷെ ശങ്കർ പഴയ പടമൊക്കെ എന്ത് പടമാണ്, അന്യൻ, അങ്ങനെ അന്യനുണ്ട്, പിന്നെ നമ്മുടെ ബോയ്സ് എല്ലാം എന്ത് പടമാണ്. എന്നാൽ പുള്ളി ആ ഒരു ലെവലിൽ എന്താ പറയുന്നത്, ആ ലെവലിൽ തന്നെ നിൽക്കുക പുള്ളി, ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക സിനിമ. അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് രൂപത്തിൽ ഒന്ന് പറയുക. എന്തായാലും എനിക്ക് ഒരു വലിയ ഗുമ്മായിട്ട് എനിക്ക് പടം തോന്നിയിട്ടില്ല. നമ്മളിവിടെ തമിഴാണ് കണ്ടത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് രൂപത്തിൽ പറയുക. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം. അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.